ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ്റെ വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഡെറിവേഷനാണ് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ PMF ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ, അതാണ് ഫസ്റ്റ് എഴുതിയേക്കുന്ന ഇക്വേഷൻ. ദാറ്റ് ഇസ് P of x ഈക്വൽ ടു എക്സ് NCx P റേസ് ടു എക്സ് Q റേസ് ടു n മൈനസ് എക്സ്. ഇതിൽ n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ട്രയൽസ്, P എന്ന് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് സക്സസ്, Q എന്ന് പറയുന്നത് 1 മൈനസ് P, അതായത് പ്രോബബിലിറ്റി ഓഫ് ഫെയിലിയർ. നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു ഇക്വേഷനാണ് വേരിയൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതായത് V of x ഈക്വൽ ടു E of x സ്ക്വയർ മൈനസ് E of x ഹോൾ സ്ക്വയർ. E of x എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. ഇതിന് നമുക്ക് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത് E of x ഇൻറ്റു എക്സ് മൈനസ് 1 ഇതാണ് ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. ഈ എക്സിന് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആക്കുമ്പോൾ ഈ ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 0 and എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 P of x ഈക്വൽ ടു എക്സ്. ഇവിടെ ഈ P of x ഈക്വൽ ടു എക്സിൽ ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. സമ്മേഷൻ എക്സ് ഈക്വൽ ടു 0 and എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 NCx P റേസ് ടു എക്സ് Q റേസ് ടു n മൈനസ് എക്സ്. ഈ എക്സിന് ഈക്വൽ ടു 0യും 1ഉം കൊടുത്തു കഴിഞ്ഞാൽ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറഞ്ഞ ടേം 0 ആയി പോവും. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0യോ 1ഓ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എക്സ് ഈക്വൽ ടു 2 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. എക്സ് ഈക്വൽ ടു 2 റേസ് ടു n എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 NCx P റേസ് ടു എക്സ് Q റേസ് ടു n മൈനസ് എക്സ്. ഇത് കഴിഞ്ഞാൽ ഈ NCx ടേമിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 n എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 NCxനെ n ഫാക്ടോറിയൽ ബൈ എക്സ് ഫാക്ടോറിയൽ n മൈനസ് എക്സ് ഫാക്ടോറിയൽ എന്ന് എഴുതാം. P റേസ് ടു എക്സും Q റേസ് ടു n മൈനസ് എക്സും. അങ്ങനെ ചെയ്യുമ്പോൾ വി ഗെറ്റ് എക്സ് ഈക്വൽ ടു 2 n എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1. ഈ എന്നിനെ നമുക്ക് n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 ഫാക്ടോറിയൽ എന്നാണ് ഇതിൻ്റെ എക്സ്പാൻഷൻ ബൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ n മൈനസ് എക്സ് ഫാക്ടോറിയൽ എഴുതാം. P റേസ് ടു എക്സും Q റേസ് ടു n മൈനസ് എക്സും. ഈ രണ്ട് ടേമും എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1ഉം ഇത് രണ്ടും ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ n സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 n ഇൻറ്റു n മൈനസ് 1 n മൈനസ് 2 ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ n മൈനസ് എക്സ് ഫാക്ടോറിയൽ. P റേസ് ടു എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P സ്ക്വയർ P റേസ് ടു എക്സ് മൈനസ് 2 ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. P സ്ക്വയർ P റേസ് ടു എക്സ് മൈനസ് 2. അതുപോലെ തന്നെ Q റേസ് ടു n മൈനസ് എക്സും കൊടുക്കുക. ഇതിൽ n ഇൻറ്റു n മൈനസ് 1ഉം P സ്ക്വയറും സമ്മേഷൻ്റെ അപ്പുറത്തേക്ക് എടുക്കുക. ദാറ്റ് ഈസ് ഈക്വൽ ടു n ഇൻറ്റു n മൈനസ് 1 P സ്ക്വയർ സമ്മേഷൻ എക്സ് ഈക്വൽ ടു 2 റേസ് ടു n മൈനസ് 2 ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 2 ഫാക്ടോറിയൽ n മൈനസ് എക്സ് ഫാക്ടോറിയൽ P റേസ് ടു എക്സ് മൈനസ് 2 Q റേസ് ടു n മൈനസ് എക്സ്. ഈ ഫൈനൽ കിട്ടിയ ഈ ഇക്വേഷനിൽ നമ്മൾ എക്സ് മൈനസ് 2 ഈക്വൽ ടു y എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ലെറ്റ് എക്സ് മൈനസ് 2 ഈക്വൽ ടു y. അതുപോലെ തന്നെ n മൈനസ് 2 ഈക്വൽ ടു m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ m മൈനസ് y ചെയ്യാം. ദാറ്റ് ഈസ് m എന്ന് പറയുന്നത് n മൈനസ് 2 മൈനസ് y എന്ന് പറയുന്നത് എക്സ് മൈനസ് 2 ബ്രാക്കറ്റ് ഇടണം കേട്ടോ. അപ്പോൾ n മൈനസ് 2 ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ മൈനസ് എക്സ്, ഇത് ഉള്ളിലേക്ക് വരുമ്പോൾ പ്ലസ് 2. ഈ മൈനസ് 2ഉം ഈ പ്ലസ് 2ഉം ക്യാൻസൽ ഔട്ടായി പോവും. അപ്പോൾ n മൈനസ് എക്സ്.
അപ്പോൾ എം മൈനസ് വൈ ഈക്വൽ ടു എൻ മൈനസ് എക്സ് എന്ന് കിട്ടും. ഇനി ഇത് നമ്മൾ ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ദാറ്റ് ഈസ് എൻ ഇൻറ്റു എൻ മൈനസ് വൺ പി സ്ക്വയർ സമ്മേഷൻ വൈ ഈക്വൽ ടു 0. വൈ ഈക്വൽ ടു 0 എങ്ങനെ വന്നു കഴിഞ്ഞാൽ എക്സ് ഈക്വൽ ടു 2 എടുക്കുമ്പോൾ ഈ ഇക്വേഷൻ, അതായത് എക്സ് മൈനസ് 2 ഈക്വൽ ടു വൈയിൽ എക്സ് ഈക്വൽ ടു 2 കൊടുത്തു കഴിഞ്ഞാൽ 2 മൈനസ് 2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണ് വൈ ഈക്വൽ ടു 0 കിട്ടിയത്. അപ്പോൾ സമ്മേഷൻ വൈ ഈക്വൽ ടു 0 റേസ് ടു എൻ എന്താ എൻ മൈനസ് 2 എന്ന് പറയുന്നത് എം ആണ്. അപ്പോൾ എം ഫാക്ടോറിയൽ ബൈ എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് വൈ ആണ്. അപ്പോൾ വൈ ഫാക്ടോറിയൽ എൻ മൈനസ് എക്സ് എം മൈനസ് വൈ എന്നാണ് കിട്ടിയത്. അപ്പോൾ എം മൈനസ് വൈ ഫാക്ടോറിയൽ പി റേസ് ടു എക്സ് മൈനസ് 2 എന്ന് പറയുന്നത് വൈ ആണ്. വൈ ക്യൂ റേസ് ടു എൻ മൈനസ് എക്സ് എന്ന് പറയുന്നത് എം മൈനസ് വൈ ആണ്. എം മൈനസ് വൈ ഇങ്ങനെയായി ഇക്വേഷൻ. ഫ്രം ദിസ് നമുക്ക് വി നോ ദാറ്റ് എന്താ സമ്മേഷൻ വൈ ഈക്വൽ ടു 0 എൻ വരെ പി റേസ് ടു വൈ ക്യൂ റേസ് ടു എം മൈനസ് വൈ എന്ന് പറയുന്നത് എന്താ ഈക്വൽ ടു പി പ്ലസ് ക്യൂ ഹോൾ റേസ് ടു എം. ഇങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താവും? ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 പി സ്ക്വയർ. ഈ ടേമിനെയാണ് ക്യൂ പ്ലസ് പി ഹോൾ റേസ് ടു എം എന്നെഴുതി. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 പി സ്ക്വയർ. ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. അപ്പോൾ ക്യൂ പ്ലസ് പി ഈക്വൽ ടു ക്യൂ എന്ന് പറയുന്നത് 1 മൈനസ് പി ആണ്. അപ്പോൾ ക്യൂ പ്ലസ് പി ഈക്വൽ ടു 1 കിട്ടും. അപ്പോൾ ഇവിടെ ഇവിടെ 1 റേസ് ടു എം എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 പി. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് കിട്ടിയ ആൻസറാണ് എൻ ഇൻറ്റു എൻ മൈനസ് 1 പി സ്ക്വയർ. ഇതിൽ നമുക്ക് അതായത് ഇ ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു ആണ് നമുക്ക് എൻ ഇൻറ്റു എൻ മൈനസ് 1 പി സ്ക്വയർ കിട്ടിയത്. ഇതിൽ നമുക്ക് ഇ ഓഫ് എക്സ് സ്ക്വയർ ഈ എക്സിനുള്ളിലേക്ക് കൊടുത്തിട്ട് എഴുതാം. എക്സ് സ്ക്വയർ മൈനസ് എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എൻ മൈനസ് 1 പി സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് that is equal to n into n minus 1 p square. e of x square minus e of x എങ്ങനെ എഴുതാൻ പറ്റും? ഈ n ഉള്ളിലേക്ക് കൊടുത്തിട്ട് p സ്ക്വയറിൻ്റെ ഒപ്പം എഴുതാം. അതായത് n into n n സ്ക്വയർ മൈനസ് n into n n p സ്ക്വയറും വരും. e of x സ്ക്വയർ മൈനസ് e of x. ഇനി പിനെ ഉള്ളിലേക്ക് കൊടുക്കുക. അതായത് എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ. ഇവിടുന്ന് ഇ ഓഫ് എക്സ് സ്ക്വയർ കിട്ടണം. ദാറ്റ് ഈസ് ഇ ഓഫ് എക്സ് സ്ക്വയർ ഈക്വൽ ടു എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ. ഈ മൈനസ് ഇ ഓഫ് എക്സ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഇ ഓഫ് എക്സ്. e of x square equal to n square p square minus n p square plus e of x എന്ന് പറയുന്നത് മീനാണ്. മീനിൻ്റെ നമ്മൾ ഇക്വേഷൻ മുന്നേ കണ്ടുവച്ചിട്ടുണ്ട്. അതായത് എന്താ e of x ഈക്വൽ ടു എൻ പി നമുക്കറിയാം. മീൻ ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടാണ് ഇത് കിട്ടിയത്. അപ്പോൾ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇനി വി ഓഫ് എക്സ്, അതായത് വേരിയൻസ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് ഇ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. ഇ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടി. ഇതാണ് ഇ ഓഫ് എക്സ് സ്ക്വയർ. എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി മൈനസ് ഇ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? എൻ പി. അതിൻ്റെ സ്ക്വയർ, അതായത് എൻ പി ഹോൾ സ്ക്വയർ വരും.
ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ പി സ്ക്വയർ മൈനസ് എൻ പി സ്ക്വയർ പ്ലസ് എൻ പി. ഇതിന് നമുക്ക് സെപ്പറേറ്റ് കൊടുത്ത് എഴുതാം, എൻ സ്ക്വയറും പി സ്ക്വയറും. ഈ എൻ സ്ക്വയർ പി സ്ക്വയറും മൈനസ് എൻ സ്ക്വയർ പി സ്ക്വയറും ഇത് രണ്ടും ക്യാൻസലായി പോകും. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പി ഇത് മൈനസ് എൻ പി സ്ക്വയർ. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പി ഇൻറ്റു 1 മൈനസ് പി. 1 മൈനസ് പി എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യൂ ആണ്. ക്യൂ ഈക്വൽ ടു 1 മൈനസ് പി ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ പി ക്യൂ. അപ്പോൾ വേരിയൻസ് ഓഫ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വി ഓഫ് എക്സ് ഈക്വൽ ടു എൻ പി ക്യൂ. ഇതാണ് ഫൈനൽ ആൻസർ.